അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? ഞാൻ ഇന്ന് എൻ്റെ കഥകളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഞാനിന്ന് ഒരിടത്തിലൊക്കെ ഒന്ന് പോയേക്കായിരുന്നു. ഞാൻ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് പോയിരുന്നു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരത്തേക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടേ, അപ്പം ഞാനും അവൾ ഒപ്പിട്ട് തന്നിട്ട് 1,00,000 രൂപയോളം ഞാനും ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 5 ആളൊരു ഗ്രൂപ്പാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ മാറി മാറി ഒപ്പിട്ട് കൊടുത്താലേ ലോണ് കിട്ടുള്ളേ. അപ്പോൾ വെള്ളപ്പേപ്പറിൽ എഴുതി ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി അവളെ പീടികയിലൊക്കെ ചെന്ന്, അവൾക്കൊരു ചെറിയ പെട്ടിക്കട ചായക്കട നടത്തുന്ന ആളാണ് അവൾ. അതുകൊണ്ട് കിട്ടണ വരുമാനം കൊണ്ടാണ് ആ പെണ്ണ് ജീവിക്കുന്നത്. അവൾക്ക് ഭർത്താവൊന്നുമില്ല. പേര് ആശ എന്നാണ്. നല്ലത്. അവളുടെ വീടിൻ്റെ അടുത്താണ് ഞാൻ 5.5 കൊല്ലം വരെയും താമസിച്ചിരുന്നത്. എല്ലാവരും നല്ല സ്നേഹവും കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാവരും നല്ലവരാണ്. എല്ലാ ചേച്ചിമാരെ കൊണ്ടും ഞങ്ങൾക്ക് വളരെ വളരെ ഉപകാരങ്ങളുണ്ടായിരുന്നതാണ്. അവർ ആ വീടും പറമ്പും അവർക്ക് പൈസക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിൻ്റെ ഓണർമാർ വിറ്റ കാരണമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിയേണ്ട വന്നത്. 2,000 രൂപ മാത്രമേ വാടക മേടിച്ചിരുന്നുള്ളൂ. 3 സെൻറ്റ് സ്ഥലത്തിൽ ഒരു കൊച്ചു വീട് ആയിരുന്നു, നല്ല ഒതുങ്ങിയൊരു വീട്ടിൽ. അപ്പം നമ്മൾ ഉള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ 5.5 കൊല്ലം ഞങ്ങൾ മര്യാദക്ക് വാടക ഒക്കെ കൊടുത്തു നിന്നിരുന്നു. ഇപ്പം അവിടെ നിന്ന് ഒരു 5-10 കിലോമീറ്റർ അകലെയാണ്. ഞങ്ങളൊരു പരിചയമില്ലാത്ത നാട്ടിലാണ് ഇപ്പോൾ വന്ന് താമസിക്കുന്നത്. അപ്പോൾ അവർ എല്ലാവരും കൂടിയും ചേച്ചിമാരെല്ലാവരും കൂടി എന്നെ വന്ന് വളഞ്ഞ്, നിങ്ങളിങ്ങോട്ട് പോരും, നിങ്ങളവിടെ ഒറ്റപ്പെട്ട് കെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടൊക്കെ ഞാൻ അതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും സ്നേഹവും ഇതൊക്കെ കണ്ടപ്പോഴേ വളരെ സന്തോഷം, എന്നൊരുപാട് സന്തോഷവും സമാധാനമായിട്ട് ഞാനിപ്പോൾ വന്ന് വീട്ടിൽ ഭക്ഷണം ഞാൻ 2 പൊറോട്ട അവളെ പീടികയെന്ന് അവൾ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും വെള്ളപ്പൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് ഒരെണ്ണം കഴിച്ച് ഇത്തിരി ചായയും കുടിച്ചിട്ട് ഞാൻ പണിസ്ഥലത്ത് എൻ്റെ വീട്ടിലേക്ക് പോകണ ഗുളിയൊക്കെ കഴിച്ചിട്ട്. അപ്പം നിങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ കാര്യം മാത്രം പറയണുള്ളൂ മക്കളെ, എൻ്റെ കഥകൾ മാത്രം. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.